എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്കാണ് പച്ചവെളിച്ചെന്ന് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഏവർക്കും വളരെയധികം പരിചയമുള്ള നമ്മുടെ ഹൃദയത്തിൽ എന്നും സ്ഥാനമുള്ള പയ്യന്നൂരിൻ്റെ സമസ്ത മേഖലയെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരുമായി ബന്ധമുള്ള ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബന്ധമുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ വിജയകുമാർ തൻ്റെ അഭിഭാഷക വൃത്തിയുടെ 50 വർഷം പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ വലിയ രീതിയിലുള്ള ആഘോഷം പിന്നെ അഭിഭാഷകന്മാരുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പിന്നെ സിക്കിമിലെ ചീഫ് ജസ്റ്റിസ് അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള വലിയൊരു കാര്യങ്ങൾ ബാർ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ ഒരു പ്രമുഖ പയ്യന്നൂരിലൊരു മാധ്യമം എന്നുള്ള രീതിയിൽ ഈ പ്രമുഖനായ നിയമവിദഗ്ധൻ്റെ സാർത്ഥകമായ 50 വർഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്ന രീതിയിൽ തന്നെ ആണ് ഞാൻ വിജയേട്ടനുമായിട്ട് ഇന്നൊരു മുഖാമുഖത്തിലേക്ക് ലൈവിലെത്തിയിട്ടുള്ളത്. വിജയേട്ടാ, 50 വർഷം ഗംഭീരമായിട്ടാണ് നിങ്ങളുടെ മേഖലയിലുള്ള അഭിഭാഷകർ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് എൻ്റെ പത്രസമ്മേളനം ഒക്കെ ഇന്നലെ നടന്നു. എന്താണ് ഈ 50 വർഷത്തെ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിജയേട്ടന് തോന്നുന്നത് എന്താണ്? അഭിഭാഷക വൃത്തിയിലേക്ക് ഞാൻ കയറിയിട്ട് ഇപ്പോൾ 50 വർഷമായി. ശരിക്കും എന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ 23-ാം വയസ്സിൽ ഈ അഭിഭാഷക വൃത്തിയിലേക്ക് കയറി എഴുന്നേറ്റതുപോലെയാണ് ഈ 50 വർഷങ്ങൾ കടന്നുപോയത്. കാരണം ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായ മുഖങ്ങൾ, വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാനുള്ള എൻ്റെ തത്രപ്പാട്, അതിനിടയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയതോ മാസങ്ങളും കൊല്ലങ്ങളും കൊഴിഞ്ഞുപോയതോ ഞാൻ അറിയുന്നില്ല. എനിക്കിപ്പോൾ 73 വയസ്സായെന്നും 50 കൊല്ലമായി ഞാൻ വക്കീലായിരുന്നു ഒക്കെ ഉള്ളത് എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ. അതുവരെ അതിനെപ്പറ്റി എനിക്കൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 50 വർഷത്തെ ഈ അഭിഭാഷക വൃത്തിക്ക് മുമ്പ് സഖാവ് AVയുടെ മകനായി ഈ കരിവള്ളൂരിൽ, തുടർന്ന് അമ്മ ആലപ്പുഴക്കാരിയാണ്, കെ ദേവയാനിയുടെ മകനായി AV കുഞ്ഞമ്പുവിൻ്റെ മകനായും ആലപ്പുഴയിലും, പിന്നീട് അച്ഛൻ്റെ ഒരു ആശ്രയത്തിൽ തിരുവനന്തപുരത്തുമായി ഞാൻ എൻ്റെ വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കി. അതിൽ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് കരിവള്ളൂരിലത്തെ മാന്യഗുരു UP സ്കൂളിലാണ്. ഏറ്റവും പഴയ സ്കൂളാണത്. ആ സ്കൂളിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു. 7-ാം ക്ലാസ്സിന് ശേഷം 8, 9, 10 ക്ലാസ്സുകളിലാണ് കരിവള്ളൂരിലത്തെ AV സ്മാരക സ്കൂൾ. അന്ന് അത് സർക്കാർ ഗവൺമെൻറ് സ്കൂളാണ്. അച്ഛൻ തന്നെ ഏതാണ്ട് മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഒരു സ്കൂളാണത്. തയേനി മലയിൽ അച്ഛൻ പോവുകയും തടി വെട്ടാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയും ചെയ്ത് അവിടെ നിന്ന് ഉരുണ്ട് വീണ് വലിയ കുറേ കാലം കടന്നു പോയൊക്കെ സംഭവങ്ങൾ അച്ഛൻ്റെ ചരിത്രത്തിലുണ്ടത്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രയത്നം കൊണ്ടുണ്ടാക്കിയൊരു സ്കൂളാണത്. ആ സ്കൂൾ അച്ഛൻ്റെ മരണശേഷം AV സ്മാരക സ്കൂൾ എന്നറിയപ്പെടുന്നു. അവിടെയാണ് 8, 9, 10 ക്ലാസ്സുകൾ ഞാൻ പഠിച്ചത്. ഞാൻ പഠിക്കുന്ന ആ കൊല്ലം അത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് 8, 9, 10. അന്നേരം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അന്നേരം ആ കൊല്ലം അതൊരു 3 കൊല്ലം അങ്ങനെ ഉണ്ടായി. അതിൻ്റെ ഒരു വലിയ ഗുണം ഞങ്ങൾക്ക് കിട്ടി. എന്താ പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് അഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം എന്ന് മാത്രമല്ല, ഒരു മലയാളം വാക്ക് പറഞ്ഞാൽ ആ ഒരു മലയാളം വാക്കിന് പോലും ഫൈൻ കിട്ടും. അങ്ങനെ അത്ര വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിലാണ് പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചതുകൊണ്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വലിയ ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് SSLC കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ തന്നെ എന്നോട് പറയുകയുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നല്ലത് ആലപ്പുഴയിൽ പോയി പഠിക്കുന്നതാണ്. ആലപ്പുഴയിൽ അമ്മാവൻ്റെ ഒരു ചായക്കടയുണ്ട്, ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. ആ ചായക്കടയിൽ ജോലി ചെയ്യാം, അവിടെ നിന്ന് ഭക്ഷണം കിട്ടും, പിന്നെ ജോലിയും പഠനമൊക്കെ അവിടെ നടത്താമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഡിഗ്രി കഴിയും.
ഡിഗ്രി വരെ ഉള്ള 5 കൊല്ലം ശരിക്കും പറഞ്ഞാൽ ചായക്കട ജോലിയും പഠിപ്പും കൂടെ ഒന്നിച്ചാണ് നടന്നത്. അത് വളരെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ആലപ്പുഴ നിങ്ങൾ അറിയുന്നവർക്കറിയാം, ആലപ്പുഴയിൽ ഞങ്ങൾ താമസിച്ച കൈനകരി പടിഞ്ഞാറേ ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഈ കടൽ 6 അടി താഴ്ചയുള്ള കടലാണ്, കടലല്ല കായലാണ്. ആ പിന്നെ തോട്ടിൽ നിന്നും മറ്റും എടുക്കുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചിറകളിലാണ് കുടിലുകൾ വെച്ച് സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്നത്. അവിടെ ഒരു വലിയ വീട് വെക്കാൻ കഴിയില്ല, കാരണം വലിയ വീട് വെച്ചാൽ മറിഞ്ഞു പോകും. അതുകൊണ്ട് കുടിലുകളെ പറ്റൂ. ഞാനും താമസിച്ചത് ഒരു കുടിലാണ്, അതായത് ഓല കൊണ്ട് ചുമരുകൾ കിട്ടിയ കുടിൽ. അതിലാണ് ചായക്കടയും. അപ്പോൾ ആ ചായക്കടക്ക് ചുറ്റും നേരെ മുമ്പിൽ 1000 പറ വിത്ത് വിതയ്ക്കുന്ന കുറുവപ്പാടവും തൊട്ട് പുറകിൽ 500 പറ വിത്ത് വിതയ്ക്കുന്ന ഒരു പാടവുമാണ്. അപ്പോൾ ഈ പാടം കടന്ന് ആ പാടത്തിൻ്റെ നടുവിലുള്ള വരമ്പിലൂടെ ഓടി വേണം കോളേജിലെത്താൻ. ഒരു മിനിമം 2-3 കിലോമീറ്ററോളം നമ്മൾ ഈ പാടത്തൂടി ഓടി വേണം കോളേജിലെത്താൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ പറഞ്ഞാൽ, ഒന്ന് രാവിലെ എഴുന്നേറ്റാൽ രാവിലെ ചായക്കടയിലത്തെ ജോലികളെല്ലാം ചെയ്ത് തീരുമ്പോൾ തന്നെ ഒരു 9 മണിയാവും. അപ്പോൾ തോട്ടിലേക്ക് ചാടി തോട്ടിൽ നിന്നൊരു കുളിയതൊക്കെ പേരിനാണ് കുളിച്ച് ഈ വരമ്പ് വഴി ഓടിയാണ് നമ്മൾ കോളേജിലെത്തുന്നത്. കോളേജിലത്തെ പഠനം കഴിഞ്ഞാൽ ഉച്ചക്ക് എല്ലാവരും ഭക്ഷണത്തിന് പോകും. എനിക്ക് എൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഭക്ഷണമില്ല. നമ്മൾ നാരങ്ങ വെള്ളമാണ് കുടിക്കുക. ഒരു 5 പൈസയേ ഉള്ളൂ അന്നേരം നാരങ്ങ വെള്ളത്തിൽ. നാരങ്ങ വെള്ളം, ഒരു പാളയന്തോടം പഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ പഴം അതാണ്. അത് രണ്ടും കഴിച്ചിട്ട് അന്നത്തെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ 4:30 മണിക്ക് വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ അന്ന് ശീലമായതുകൊണ്ടൊരു വലിയ ഗുണം കിട്ടി. ഇപ്പോൾ തിരക്ക് വന്നപ്പോഴും ഈ 4:30 എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. എല്ലാവരും വിചാരിക്കും എൻ്റെ ഒരു ഭയങ്കര കഴിവായി 4:30. ഒന്നുമല്ല, പണ്ടേ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് കഴിച്ചില്ല. ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ട്, തിരക്കുള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. 4:30 കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ വയറ്റിലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസം 5 കൊല്ലം. ഈ 5 കൊല്ലം വിദ്യാഭ്യാസം നടത്തി ഇത്രയൊക്കെ ബുദ്ധിമുട്ടി എല്ലാ സമയത്തും കരഞ്ഞുമായിട്ട് നടക്കേണ്ട ഞാനാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെല്ലാം മുൻനിരയിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചു. മാത്രവുമല്ല, ഞാൻ പഠിച്ച കോളേജിനൊരു പ്രത്യേകതയുണ്ട്. ISU എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് യൂണിയൻ ഉണ്ടാകും. അത് വീരയ്യ റെഡ്ഡിയാരുടെയും ഭീമൻ ഭട്ടരുടെയൊക്കെ മക്കൾ പഠിക്കുന്നതാണ്. ഭീകര കോളേജാണ് അത്, സനാതന ധർമ്മ കോളേജ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ RSS എന്നതിന് പകരം അവിടെ ഹിന്ദു വർഗീയവാദമാണ്, സനാതന ധർമ്മയാണ്. അപ്പോൾ ഹിന്ദു വർഗീയവാദമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ ISU എന്ന് പറയുന്നത് അവിടുത്തെ വരേണ്യ വിഭാഗത്തിൻ്റെയും സമ്പന്ന വിഭാഗത്തിൻ്റെയും കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിനെയാണ് ISU എന്ന് പറയുന്നത്. അവരോട് KSU പോലും മത്സരിക്കില്ല, കാരണം KSU പോലും അതിൻ്റെ വളരെ പിന്നിലാണ്. അവിടത്തേക്കാണ് SFIക്കാരൻ എന്നല്ല, അന്നേരം KSF SFI ആയിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നതുകൊണ്ട് ശ്രീശൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു, കണ്ണൂരിൽ നിന്നാണ്, ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അത് ഞാനന്നേരം ഒന്നും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ മാറി മാറി നടന്നെങ്കിലും ഒടുവിൽ അത് പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇതുവരെ KSFൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ്. SFI ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് SFIയിൽ ഞാൻ വരും. പക്ഷേ ഈ അന്തരീക്ഷം കണ്ടാൽ ഇവിടെ SFI ഒന്ന് ചെടിച്ച് വരാൻ സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ആ സമയത്ത് നമുക്ക് തമ്മിൽ സംസാരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ ബോധത്തിലൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അത് ക്രമേണ അവിടെ പരന്നു. അതിൻ്റെ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ട് അവിടെ KSUവിൻ്റെ ആൾക്കാരാണ് എന്നെ നേരിടാൻ വേണ്ടിയിട്ട് വന്നത്. അതിൽ കലവൂർ വിജയകുമാർ എന്ന് പറയുന്ന കലവൂരുള്ളൊരു വിജയകുമാർ, എൻ്റെ അതേ പേര്. അദ്ദേഹം എന്നെ ആക്രമിക്കാൻ വരികയും അദ്ദേഹം തലയ്ക്ക് പരിക്ക് പറ്റി നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഒരു ഇതെടുത്ത് അന്ന് വൈകുന്നേരം എനിക്ക് ആപ്പാടെ പ്രശ്നമായി. കാരണം ഇത് അടിച്ചത് ഗുരുതരമായൊരു പ്രശ്നമെങ്കിൽ അത് പിന്നെ എനിക്കവിടെ തുറന്ന് പഠിക്കാൻ കഴിയാതായി പോയില്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടൊരു മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ആശുപത്രിയിലേക്ക് പോയി.
ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആശുപത്രിയിൽ ചുറ്റുവട്ടത്തായി ഭയങ്കരമായ ജനസഞ്ചയം ഈ കലവൂർ വിജയകുമാറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അദ്ദേഹത്തോട് അനുഭാവം രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഞാൻ നേരെ ചെന്ന് ഞാൻ കലവൂർ വിജയകുമാറിനെ കണ്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ പരന്നതെന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നൊരാൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അടിച്ചു എന്ന് മാത്രമല്ല, അടി കൊണ്ടവനെ ആശുപത്രിയിൽ പോയി കണ്ടു എന്ന് മാത്രമല്ല, അയാളോട് അടി എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ നേരിടാൻ പോലും കഴിയില്ല എന്നാണ്. ഞാൻ ഭാഗ്യത്തിന് ആലപ്പുഴയിലത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്ത് നിന്നും അങ്ങനെ രക്ഷപ്പെട്ടു വരിക. ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നു നടക്കുന്നതൊക്കെ ഇതൊന്നും അറിയാതെയാണ്. പക്ഷേ എല്ലാവരും ധരിച്ചത് ഞാനെന്തോ കുണ്ടയായിട്ട് മമ്മൂട്ടി സ്റ്റൈൽ ഇറങ്ങുന്നതായിട്ടാണ് ആൾ കണ്ടത്. അതാണ് ചുരുക്കി പറഞ്ഞാൽ ക്രമേണ ഈ ആലപ്പുഴയിലും SD കോളേജിലുമായി 33ഓളം ക്രിമിനൽ കേസുകൾ. ഈ കേസുകളിലെല്ലാം പെടേണ്ടി വന്നു. അതിൽ പലതും ചെയ്തതും ചെയ്യാത്തതുമായ ഒരുപാട് കുറ്റങ്ങളിൽ ഉൾപ്പെട്ട് ധാരാളം കേസുകളിൽ പ്രതിയായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലോക്കപ്പുകളിലും എല്ലാ ജയിലിലും കടന്ന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ കാലമാണ്. അപ്പോൾ കണ്ടത്തിലൂടെ ഓടിപ്പോകുന്ന വിശന്ന് പൊരിഞ്ഞു പോകുന്ന ഒരു 16കാരൻ എന്നതിന് പകരം അതോടൊപ്പം എന്ത് കണ്ടാലും അതിനോട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു 16കാരൻ കൂടി അവിടെ ആലപ്പുഴയിൽ ജനിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ആ വിദ്യാഭ്യാസം BA വരെ കഴിയുന്നത്. BAയിൽ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഞാൻ രക്ഷപ്പെടുന്നതാണ് നല്ലത്, കുറച്ച് കേസുകൾ ബാക്കിയുണ്ട്, ആ കേസിന് മാത്രം ഞാനിവിടെ വരാം, എന്നിട്ട് അങ്ങനെ തടി കഴിച്ചിലാക്കാം എന്നുള്ള തരത്തിൽ അച്ഛനോട് പറഞ്ഞു. അച്ഛനാണ് പറഞ്ഞത്, അത് AV കുഞ്ഞമ്പൂൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് കളയാം എന്ന് നീ ധരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ ആരോടും വിളിച്ചു പറയില്ല. മാത്രമല്ല നീ ഇനി എവിടെയെങ്കിലും പോയിട്ട് ഞാൻ AV കുഞ്ഞമ്പൂൻ്റെ മകനാണ് അതുകൊണ്ടൊരു ജോലി വേണം എന്ന് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സ്വതന്ത്രമായൊരു ജോലി കിട്ടിയാൽ വല്ല കാശും കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ LLBക്ക് പോകുന്നത്. LLB 3 കൊല്ലം അവിടെ തിരുവനന്തപുരത്ത് അച്ഛൻ്റെ മുറിയിൽ തന്നെ താമസിച്ചത്. അച്ഛൻ്റെ മുറിയിൽ താമസിക്കുമ്പോൾ ഒരു വല്ലാത്ത അതാണ് അന്തിമമായിട്ടുള്ളൊരു ശാസന കൂടിയുണ്ട്. 100 രൂപ ഒരാഴ്ച ഒരു മാസം തരും. ഈ 100 രൂപ കൊണ്ട് ജീവിക്കുകയും വേണം, കോളേജിലും പോകണം. കോളേജിൽ പേരുക്കടയാണ് കോളേജ്, എല്ലാം പോകണം. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കോളേജ് ബസ്സിൽ കയറും. അപ്പോൾ കോളേജ് ബസ്സിലൊരു 20 പൈസ കൊടുക്കണേ. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ആ ക്ലീനറെ മസ്കി അടിച്ചിട്ട് ആ 20 പൈസ ലാഭിക്കും. അതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ MLA ക്വാർട്ടേഴ്സിൽ ഭക്ഷണമുണ്ട്, അവിടുന്ന് കഴിക്കാൻ എനിക്ക് അനുവാദമില്ല. കാരണം അവിടെ ഊണിന് 2.25 രൂപയുണ്ട്. പക്ഷെ തൊട്ട് മുമ്പിൽ ലൈല ഹോട്ടലിൽ 1.20 ഉള്ളൂ. 1 രൂപ 20 പൈസ. 1 രൂപ 20 പൈസക്ക് 2 നേരം ഊണ് വയ്ക്കും. അപ്പോൾ 2 രൂപ 40 പൈസ. രാവിലെ 80 പൈസ, 2 രൂപ 40 പൈസ. രാവിലെ 60 പൈസക്ക് ചായയും കുടിക്കും. അത്രയും ഉണ്ട് അന്നേരം. അപ്പോൾ ഈ 3 നേരത്തെ ഭക്ഷണമായി. 2 നേരം ഊണ് കഴിക്കുന്നത് വയറ് നിറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാലും 10 രൂപ ബാക്കി. അതിനെ കൊണ്ടാണ് സിനിമ, അങ്ങനെ എല്ലാം നടക്കുന്ന ആ സമയത്ത് അതിനെ കൊണ്ടാണ്. അപ്പോൾ വളരെ സുഭിക്ഷമായ ജീവിതം, 100 രൂപ. പക്ഷേ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു ജീവിതമായിരുന്നു അത്. എങ്ങനെയായിട്ടും ഇത് 3 കൊല്ലം കൊണ്ട് തന്നെ LLB അല്ല, അത് ശരിക്കും LLB പാസ്സായി. അവിടെ നിന്ന് നേരെ ഇവിടെ വരികയായിരുന്നു. പയ്യന്നൂരല്ല, കരിവള്ളൂരിൽ വന്നിട്ട് നമ്മൾ ഒരു പാരൽ കോളേജ് ഉണ്ട് അവിടെ. ആ പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് 3 മാസം ജോലി ചെയ്തു. എനിക്ക് സത്യത്തിൽ വലിയ ഇഷ്ടമുള്ള ജോലിയായിരുന്നു അത്, പാരൽ കോളേജ് അധ്യാപകൻ. കാരണം ഒന്ന്, തോറ്റവരാണ് അവരെ പഠിപ്പിക്കാനുള്ള ചാൻസാണ്. അവരെല്ലാം ജയിക്കുകയാണ്. ഉദാഹരണമായിട്ട് 60ഓളം പേരുണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച്, ഇംഗ്ലീഷല്ല സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷുമാണ്, രണ്ടും പഠിപ്പിച്ചിട്ട് അതിൽ 2 കുട്ടികളോട് ബാക്കി എല്ലാവരും ജയിച്ചു. അപ്പോൾ അത് എനിക്കുണ്ടാക്കിയിട്ടുള്ള ആവേശം ചെറുതല്ല. അതിലെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ഗോവിന്ദനൊരു രാജലക്ഷ്മി ഒഴികെ മറ്റു എല്ലാ കുട്ടികളും ജയിച്ചു. പിന്നൊന്ന്, അതിൽ അവർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു അധ്യാപകനാണ്.
ശിഷ്യ പഠകനുണ്ട്, ഇപ്പോഴും പറയും ഒരു സാറെന്നെ മാഷെന്നെ പണ്ട് പഠിപ്പിച്ചിരുന്നെന്ന് ഇപ്പോഴും പറയും. അത് കേൾക്കുന്നൊരു സുഖം വേറെ തന്നെയാണ്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ LLB വരെ പഠിപ്പിച്ചുവല്ലോ, ആ പഠിപ്പിച്ചത് പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് ജീവിതം അവസാനിപ്പിക്കാനല്ല, ഈ ഒരു വക്കീലായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണമാവൂ എന്നുള്ളതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൈയും പിടിച്ച് നേരെ പോകുന്നത് MK ദാമോദരൻ, എൻ്റെ സീനിയർ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്, തലശ്ശേരിയിൽ. സീനിയർ മോസ്റ്റാണ് അദ്ദേഹത്തിന്. അന്നേരം ഒരു അംബാസഡർ കറുത്ത കാറുണ്ട്. പിന്നെ കേരളത്തിലുടനീളം പല കോടതികളിലും അദ്ദേഹത്തിന് കേസുണ്ട്. അവിടത്തേക്കെല്ലാം എനിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ. മറ്റൊന്ന്, MK ദാമോദരൻ അഡ്വക്കേറ്റിന് വളരെ അടുത്ത ബന്ധമുള്ളൊരു അഡ്വക്കേറ്റാണ് കുഞ്ഞിരാമൻ നമ്പ്യാർ, കുഞ്ഞിരാമേനോൻ. അപ്പോൾ കുഞ്ഞിരാമേനോൻ സാറ് ഈ തലശ്ശേരിയിൽ വന്ന് കേസ് നടത്തുന്നത് മുഴുവൻ മിക്കവാറും MK ദാമോദരൻ അഡ്വക്കേറ്റ് എൻട്രസ്റ്റ് ചെയ്യുന്ന കേസുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ കൈത്താങ്ങായിട്ട് കയ്യിൽ തൊട്ട് തന്നെ ഒരു ജൂനിയർ വേണം. അപ്പോൾ ഈ MK ദാമോദരന് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ പറ്റിയ ഒരാളെ തരണം ദാമോദരാന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ തുടങ്ങിയ കാലം മുതൽ ഒരു സഹായിയായി കുഞ്ഞിരാമൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്. 12 കേസുകളുണ്ടായിരുന്നു. അത് അവിടുന്ന് വന്നതിന് ശേഷവും കുഞ്ഞിരാമൻ സാറിൻ്റെ കേസ് അവിടെ എടുക്കും, ഞാൻ എടുത്ത് നേരെ അങ്ങോട്ട് പോകും, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കും. അദ്ദേഹം എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും വിളിച്ചു പറയലാണ് ഇന്ന ഡിസിഷൻസ് എടുത്ത് വെക്കാൻ. അപ്പോൾ പറയുന്നത് ഭയങ്കര സ്പീഡിലാണ് പറയുക, പക്ഷെ എന്നാൽ പോലും എടുത്തു വെക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ കുഞ്ഞിരാമേനോൻ്റെ MK ദാമോദരൻ്റെ ജൂനിയറായിട്ട് ഏകദേശം 4 വർഷം അവിടെ ഈ തലശ്ശേരിയിൽ തന്നെ താമസിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഒന്നും രാത്രി 2 മണിക്കാണ് പോവുക, രാവിലെ 7 മണിക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പിലുള്ള സമയമേ ഉള്ളൂ ഉറങ്ങാനൊക്കെ. അപ്പോൾ ആ ഓഫീസിൽ തന്നെ കിടത്താം, ആൾമാരിക്കടയിൽ ഒരു പായ വിരിച്ച പായലും കിടക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ സാധാരണ പോലെ ജോലിക്ക്. അങ്ങനെ ഒരു 4 കൊല്ലത്തെ ശിഷ്യത്വം, MK ദാമോദരൻ്റെ കീഴിലുള്ള ശിഷ്യത്വം, അതാണ് എൻ്റെ ആകെയുള്ള ഒരു ഇന്ധനം. ഇതിൻ്റെ അകത്തുള്ള ഒരു 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 നിക്ഷേപം എന്ന് പറയുന്നത് അതാണ്. അത് വെച്ചിട്ടാണ് നേരെ തളിപ്പറമ്പിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് തളിപ്പറമ്പിൽ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ാം ക്ലാസ്സായി ഉയർത്തി. അപ്പോൾ അവിടെയൊക്കെ കുറേ അധികം കേസുകൾ മാറി. ആ മാറിയ കേസുമായിട്ട് തളിപ്പറമ്പിലേക്കാണ് വരുന്നത്. തളിപ്പറമ്പിൽ വന്നൊരു 3-4 മാസം കഴിയുമ്പോഴാണ് ഈ പയ്യന്നൂരിൽ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാടനം. ഉടനെ നേരെ ഇങ്ങോട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ പയ്യന്നൂരിൻ്റെ അന്നു മുതൽ ഇതുവരെയുള്ള എല്ലാ വളർച്ചകളിലും അതിൻ്റെ മുൻകൈയെടുത്ത് മുന്നിൽ നിന്നിരുന്ന പലരോടൊപ്പം അവരെ പിൻപറ്റി അവരുടെ സഹായിയായി എല്ലാ കാലത്തും നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം. ഉമാമഹേശ്വര അയ്യരെ പോലുള്ള വിജയേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് എത്ര വർഷം മുമ്പ് അത് ഇവിടെ ഏകദേശം വന്നിട്ടുണ്ടാവുക? പയ്യന്നൂര് 1979 വന്ന് ആ സമയത്ത് ഇവിടെ ഉയർന്നു നിൽക്കുന്ന പേരുകളാണ് അതൊക്കെ. ഉമാമഹേശ്വരയ്യർ, വിജയഗോപാലക്കുറുപ്പ്, VV കരുണാകരൻ നമ്പ്യാർ, വാരിക്കര മാധവൻ നായനാർ, അങ്ങനെ തുടങ്ങിയിട്ട്, അതുപോലെ കുഞ്ഞിരാമൻ നമ്പ്യാർ, അങ്ങനെ തുടങ്ങി വളരെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഒരു സ്ട്രോങ് ബെൽറ്റായിരുന്നു. സ്ട്രോങ് ബെൽറ്റാണ്. മാത്രമല്ല വളരെ ശങ്കിച്ച് മാത്രമേ അവിടത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവിടെ ഈ പയ്യന്നൂരിൽ വന്നത്. അപ്പോൾ അന്നേരം ഞങ്ങൾ 5-6 പേര് പല ഭാഗത്തുനിന്നായിട്ട് വന്ന് ഇവിടെ തുടങ്ങുന്നതാണ്. ആ തുടങ്ങുന്നപ്പോഴാണ് ഇടയ്ക്ക് ഈ സിവിൽ അന്യായങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ എൻ്റെ നേരെ വരാൻ തുടങ്ങി, നമ്മുടെ കക്ഷികളുടെ സാമ്രാജ്യത്തിൽ. മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ കിട്ടി. അതും കൊണ്ട് നേരെ ഞാൻ പയ്യന്നൂർ മുനിസിപ്പൽ കോടതിയിലേക്ക് പോയി. അപ്പോൾ ഞാനെപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളോടെല്ലാം പറയാറുണ്ട്, എന്നാൽ ഞാനിങ്ങനെ ഒരു മടിച്ച് സ്റ്റെപ്പ് വെച്ച് മെല്ലെ മുനിസിപ്പൽ കോടതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് 80 കിലോയിലധികം തൂക്കമുള്ള എല്ലാ അഭിഭാഷകരും, തൂക്കമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി, തൂക്കമുള്ള അഭിഭാഷകർ അവിടുത്തെ പിന്നെ മുന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അയ്യരപ്പൂ, ഉപവാശ്വരപ്പുള്ളവരും വിജയാലക്കുറിപ്പും, അവരിങ്ങനെ തിരിഞ്ഞൊരു നോട്ടം ഇങ്ങനെ നോക്കി. ഇറ്റ് വാസ് എ ഡെറിസീവ് സ്മൈൽ. ഞാനെപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ നോക്കി. ആ
ഇതേതാ ഒരു ചെറുക്കം വരുന്നത് എന്നുള്ള മട്ടിൽ ഞാൻ നോക്കി. മെല്ലെ കോടതിയിലേക്ക് കയറി ഇങ്ങനെ ശങ്കിച്ചും അന്തിച്ചും ഒക്കെ ഇങ്ങനെ നിന്ന് എൻ്റെ കടലാസ് ഞാൻ കൊടുക്കുകയാണ് കോടതിയിൽ. അന്ന് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയാതിരുന്ന നമ്മുടെ സീനിയർ മെമ്പർമാർ പോലും പെട്ടെന്ന് തന്നെ എന്നെ സ്വന്തം മനുഷ്യനെ പോലെ കാണാനും അത് സ്വീകരിക്കാനും പിന്നീട് എന്നെ വളർത്തിയെടുക്കാനും ഒക്കെ സഹായിച്ചു എന്നുള്ളതാണ് അത്ഭുതം. അത് കഴിഞ്ഞ് മാത്രമല്ല, ആ സമയത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ബാർ അസോസിയേഷൻ്റെ ഹാൾ പൂട്ടിക്കിടക്കുകയാണ്. കാരണം ആ സമയത്ത് ഒരു ചെറിയ റിഫ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന, ആകെയുള്ള 10 അഭിഭാഷകർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ആ റിഫ്റ്റിൻ്റെ ഒരു പരിഹാരം എന്ന് പറയാൻ ഒരുത്തം വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓനെ പിടിച്ച് തലയിലാക്കളയാന്നുള്ളത്. അങ്ങനെ ഞാൻ സെക്രട്ടറിയും ഈശ്വരൻ നമ്പൂതിരി പ്രസിഡൻറ്റുമായിട്ട് ഇവിടുത്തെ ബാർ അസോസിയേഷൻ തുറക്കുകയാണ്. പൂട്ടിക്കിടക്കുക, തുറക്കുക. അതിനുശേഷം ഞാൻ ഇവരുടെ പുറകിൽ നിന്ന് മാറില്ലല്ലോ. എന്ത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടവർ ഇവരൊക്കെയാണ്, സീനിയർ മെമ്പർമാരാണ്. സീനിയർ മെമ്പർ എന്ന് പറഞ്ഞാൽ ഉമാമേശ്വരർ, കുഞ്ഞിരാമൻ നമ്പ്യാർ, ഇവരൊക്കെയാണല്ലോ ചെയ്യേണ്ടത്, വിജയാലക്കുറിപ്പ്. അപ്പോൾ അവരെ കൊണ്ടത് ചെയ്യിക്കുക, അവർ പുറകെ തന്നെ നടന്നത് ചെയ്യിക്കും. അപ്പോൾ ആ ചെയ്യിക്കുക എന്ന് പറയുന്നത്, ചെയ്യാൻ അന്നേരം പ്രാപ്തിയില്ല, പക്ഷേ പ്രാപ്തന്മാരായ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അന്നേരം. അതങ്ങനെ നടന്നു. അത് വളരെ നടന്നു. അത് പയ്യന്നൂരിൻ്റെ പുരോഗതിയെ തന്നെ നല്ലോണം ഒരു സഹായിച്ചു. അത് പിന്നീട് അത് ആ ഒരു സഹായം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ഈ പയ്യന്നൂരിലത്തെ ഈ പിന്നെ അഭിഭാഷകരുടെ ഇതുണ്ടല്ലോ, പിന്നെ ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കാനും പറ്റി. അങ്ങനെയാണ് കുറേ കാലം, ആദ്യത്തെ കുറേ നാളങ്ങനെ അഭിഭാഷകരുടെ കൂടെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് 10-20 വർഷത്തോളം തുടർച്ചയായി നിന്നുവെങ്കിലും അത് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരായ നല്ല കഴിവുള്ള ആൾക്കാർ വന്നു. അവർ അതിൻ്റെ ഭരണങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇക്കൊല്ലം ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ വന്നു. കുറേ ഇടവേളയ്ക്ക് ശേഷമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു കോടതി കെട്ടിടത്തിൻ്റെ സമുച്ചയം അത് ഏതാണ്ട് പൂർത്തിയായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇക്കൊല്ലം ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഇക്കാലം അത്രയും ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറേശ്ശെങ്കിലും ആകാവുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ എന്നുള്ള നിലയിൽ ഇയാളായിക്കോട്ടെ ഇത്തവണ പ്രസിഡന്റ് എന്ന് ഇവിടുത്തെ അഭിഭാഷകർ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ പ്രസിഡൻ്റായത്. അപ്പോൾ ഈ എൻ്റെ കാലയളവിൽ ഇത് എങ്ങനെയെങ്കിലും പിന്നെ ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേ ഈ കൊല്ലം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 6 മാസം പെരുത്ത മഴ, രണ്ടാമത്തെ 6 മാസം 2 ഇലക്ഷൻ. ഇതിനിടയിൽ സമയം എന്ന് പറയുന്നത് വളരെ പരിമിതം. അപ്പോൾ ഞാൻ കയറിയ ഉടനെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ അനവധി സാങ്കേതികതകൾ കൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാധനമായിട്ട് നമ്മളുടെ ഈ കോടതിയുടെ ഉദ്ഘാടന കർമ്മങ്ങളും പ്രവൃത്തികളും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് 3-4 തവണ എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്യാനായിട്ട് തന്നെ ഇവിടെ നിന്ന് മേലോട്ടും മേലെ നിന്ന് താഴോട്ടും സാങ്കേതികത്വം ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ ഇത്രയും കാലം. അറിയുമെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫയൽ കംപ്ലീറ്റ് അതിന് എഴുത്തുകുത്തുകളാണ്, എല്ലാം അതിൻ്റെ എഴുത്തുകുത്ത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് പണിയുണ്ടായിരുന്നത് കുറേ നാൾ. ഈ എഴുത്തുകുത്തുകളുടെ ഇപ്പം അന്ത്യത്തിൽ എന്താണുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും നമ്മുടെ MLA ആയിട്ടുള്ള TI മധുസൂദനൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്ത്, ഇവർ രണ്ടുപേരും ഏതാണ്ട് വലിയ ഒരു പ്രവർത്തനം തന്നെയാണ് അതിൽ നടത്തിയത്. അവർക്ക് ഒരു ഇരിക്കപ്പുറത്ത് കൊടുക്കാതെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തിയത്. പിന്നൊന്ന്, നമുക്ക് പരിചയമുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ ബന്ധപ്പെടുകയും ഇത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് ഫിനാൻസ് കിടക്കുകയാണ്. ഫിനാൻസിൽ നിന്നത് സാങ്ഷൻ ചെയ്തിട്ട് ഇതാ ഇന്നും കിടക്കുകയാണ്. ഇന്ന് ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഫിനാൻസിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും ഹോമിലേക്ക് എത്തിയാൽ, ഹോമിൽ നിന്ന് ഇത് സാങ്ഷൻ ചെയ്താൽ അന്നേരം ഇത് ഉദ്ഘാടനം ചെയ്യാം. ഇടവേളയിൽ, അതായത് ഫെബ്രുവരി 10 മുമ്പ് ചെയ്യണം. ഇത് അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണ്. വിജയേട്ടൻ വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, വിജയേട്ടനയുടെ അഭിഭാഷകനായിട്ട് എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ വിജയേട്ടനുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് പഴയ ഓഫീസുണ്ട്, നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു ഓഫീസുണ്ട്, അറിയാലോ. അവിടെ വിജയേട്ടന് റൂം ബാക്കിയുള്ള കുറേ പിന്നെ ഇപ്പോഴത്തെ വളരെ പ്രഗത്ഭരായ മറ്റു കോടതികളിലൊക്കെ വിജയേട്ടൻ പയ്യന്നൂർ തന്നെ കേന്ദ്രീകരിക്കുകയും മറ്റുള്ള വിജയേട്ടൻ ജൂനിയേഴ്സൊക്കെ
പിന്നെ ഹൈക്കോടതിയിലും മറ്റും പല വലിയ കോടതികളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അന്നേരം അവരൊക്കെ നമ്മൾ അവിടെ നിന്ന് കാണുന്നതാണ്. ആ സമയം മുതൽ നമുക്ക് പരിചയമുണ്ട് വിജയേട്ടൻ എന്ന് പറയുന്ന ഒരു പിന്നെ വക്കീലിനെ, അതുപോലെ തന്നെ ഒരു മാനവിക തലമുള്ളൊരു വ്യക്തിയെ. നമ്മളെപ്പോലെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിലും നമ്മളൊക്കെ സ്റ്റാമ്പിന് പോലും പൈസ ഇല്ലാത്ത ഒരു ഘട്ടമുണ്ട്. SFI കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് മുതൽ എനിക്കെന്ന് പറഞ്ഞാൽ 1985 മുതൽ, അതിനു മുമ്പ് എനിക്ക് വിജയേട്ടനെ അറിയാം ടൗണിലെ ഒരാളെന്ന രീതിയിൽ. ഞാൻ ടൗണിൽ തന്നെ പിന്നെ ഉള്ള ഒരാൾ, ടൗണിൻ്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ഒരാളെന്നതിൽ. അതുപോലെ തന്നെ 1985 മുതൽ പൈനക്കോളയിൽ പിന്നെ SFIയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കേസിലും അതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് വിജയേട്ടനെ കാണുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ നമ്മൾക്കൊക്കെ വളരെയധികം സ്നേഹമുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരാളും ഒരു സംഘടനാ പ്രവർത്തകനും പിന്നെ വിജയേട്ടനെ പോലുള്ള ഒരു വക്കീലിനെ, നമ്മുടെ ഒരു മാനവിക തലമുള്ളൊരു വ്യക്തിയെ ഒരു കാലവശാലും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ പാർട്ടി വക്കീൽ എന്നുള്ള രീതിയിൽ പലപ്പോഴും പാർട്ടിയുടെ കേസൊക്കെ വിജയേട്ടനിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അതിന്? പാർട്ടിയുടെ കേസുകൾ മുഴുവൻ അത് പാർട്ടിയുടേത് മാത്രമല്ല, കോൺഗ്രസ് ഓഫീസിന്റെ കേസ് ഇവിടെ, അതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേസുകൾ വരുന്നതിൽ എൻ്റെ പാർട്ടിയുടെ താല്പര്യം അപ്പുറത്തില്ലെങ്കിൽ ഏത് കക്ഷിയും ഇവിടെ വരികയും അവരുടെ കേസുകൾ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തലമുണ്ടായിട്ടേ ഇല്ല. ഒന്നേ ഉള്ളൂ, എന്താ പറഞ്ഞാൽ ഞാനിവിടെ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വർഷങ്ങൾ 50 കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫീസിൽ 58ഓളം ജൂനിയർമാർ പല ഘട്ടങ്ങളിലായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരിലിപ്പോൾ പലരും വലിയ നിലകളിലാണ് താനും. വിവിധ കോടതികളിൽ, പിന്നെ ഹയർ കോർട്ട്സിൽ, അതുപോലെ പിന്നെ വിവിധ സ്ഥാനങ്ങളിൽ ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ചോദ്യം? അതെ, അത് ഇങ്ങോട്ട് വരാനൊരു കാരണമുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിജയകുമാർ എന്ന ഒരു വ്യക്തി ജനിക്കുകയും അദ്ദേഹം തുടങ്ങി വെച്ചൊരു ജീവിതം നടത്തുമെന്നല്ല ചെയ്യുന്നത്. സഖാവ് AV എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ജീവിതം ചെലവഴിച്ചത് പൊതുപ്രവർത്തനത്തിന് മാത്രമാണ്. ആ പൊതുപ്രവർത്തനത്തിന് മാത്രമായി ജീവിതം ചെലവഴിച്ച് ജീവിതം അവസാനിക്കുമ്പോഴേക്കും വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്ന് ബാക്കിയായത് ഒരു ഭാര്യ, 6 മക്കൾ. അച്ഛൻ മരിക്കുമ്പോൾ ഞാനൊരു പരിശോധന നടത്തി. വീട്ടിലത്തെ അളമാരിയിൽ 20 രൂപയുടെ ചുവന്ന ഒരു വിറക്കുന്ന നോട്ട് മാത്രമേ കണ്ടു. മറ്റൊന്ന്, അതിൻ്റെ അകത്തൊരു പാസ്ബുക്ക് ഇട്ട്, അത് എൻ്റെ അനുജൻ മുരളിയാണ് കണ്ടുപിടിച്ചത്. അച്ഛൻ്റെ ഒരു പാസ്ബുക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടല്ലേ, എന്നാ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. 13 രൂപ, അതായത് 10 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു ഒരു ബാങ്കിൽ, നമ്മുടെ കരിവള്ളൂരത്ത്. അത് പലിശ കൂടി 13 രൂപയായി മാറി. ഇതാണ് അച്ഛൻ്റെ അവസാനത്തെ കാലത്ത് ബാക്കിയുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, സഖാവ് AVയുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ച അദ്ദേഹത്തിന് തീർക്കാതെ പോയത് അദ്ദേഹം തീർക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ എനിക്ക് തീർക്കേണ്ടി വന്നു. അവർക്ക് ഭക്ഷണം, അതായത് സഖാവ് AVയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാനടക്കം ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, രോഗങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ വിവാഹങ്ങൾ നടത്തുക, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരു സാധാരണ രക്ഷിതാവ് നടത്തേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നടത്താൻ തുറന്ന കണ്ണുമായിട്ട് ഒരാളിവിടെ വേണം, ഒരു രക്ഷിതാവ്. ഇന്ന് വരെ, ഇതിപ്പോൾ അച്ഛൻ മരിച്ചിട്ട് തന്നെ 45 കൊല്ലമായി, ഇതുവരെ പാലിച്ചത് ആ ഒറ്റ കാര്യമാണ്. സഖാവ് AVക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മതിയാവാതെ, ആ കാലയളവ് മതിയാണ്, ആ കാലയളവ് മതിയാവാതെ വന്ന ബാക്കി കാലയളവ് ഫില്ല് ചെയ്യുക മാത്രമാണ്, അത് ചേർക്കുക മാത്രമാണ് ചെയ്തത്. എനിക്കായിട്ടൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് വിജയേട്ടൻ പയ്യന്നൂർ തന്നെ കേന്ദ്രീകരിച്ചത്. അതാണ് പയ്യന്നൂർ തന്നെ കേന്ദ്രീകരിച്ചത്. അത് പല ആളുകളും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ വെച്ചും ഒക്കെ വലിയ കോടതികളിലൊക്കെ പോകാൻ, പിന്നെ ബാർ അസോസിയേഷൻ പത്രസമ്മേളനം ഉണ്ടായിരുന്നു, ഞാനത് കവർ ചെയ്ത ആളാണ്.
അതിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ സഹപ്രവർത്തകരായ ബാർ അസോസിയേഷനിലുള്ള എല്ലാവരും അവിടെ ഒരു രാഷ്ട്രീയവും ഒന്നും നോക്കാതെ വരികയും അവരൊക്കെ വിദ്യാർത്ഥിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിയമവിദഗ്ധൻ, ക്ലാസ് എടുക്കുന്ന ആള്, അതുപോലെ തന്നെ സംഘടനാപരമായി പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ലോയേഴ്സ് യൂണിയൻ്റെ ഒക്കെ നേതാവ്, ആ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഏത് കോർട്ടിൽ പോയിട്ട് വാദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും കയ്യിലുള്ള, ലാംഗ്വേജുള്ള, ബന്ധങ്ങളുള്ള, അതിന് അനുസരിച്ചുള്ള ചടുലതയുള്ള ഒരാളായിട്ട് പോലും പയ്യന്നൂരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ പയ്യന്നൂരിൻ്റെ ഭാഗമാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്തുകൊണ്ട് പോയില്ല, വേണമെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ജഡ്ജി അങ്ങനെ ആ രീതിയിൽ മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ആ രീതിയിലൊക്കെ വളരാനൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ മതിയാക്കിയത് പിന്നെ വിജയേട്ടൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് അല്ലേ? ഈ സാഹചര്യമാണ്. ഇപ്പോൾ ദാമോദരൻ വക്കീൽ എൻ്റെ സീനിയർ മാത്രമല്ല, മൂപ്പർ എൻ്റെ ബ്രദർ പോലെ തന്നെയാണ്. അത് എങ്ങനെ ശാസിക്കാം, കന്നുകാലി എന്നാ വിളിക്കല എന്നെ ദേഷ്യം വന്നാൽ. കാരണം അങ്ങനെ വിളിക്കുക, അത് അത് പറയാൻ കഴിയില്ല, അത്ര വലിയ അടുപ്പാണ്. അപ്പൊ ദാമോട്ടന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ തളിപ്പറമ്പിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ തന്നെ മൂപ്പര് പകുതിയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നതെന്നാ ചോദിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ കണക്കിൽ അദ്ദേഹം എറണാകുളത്തേക്ക് പോകാൻ പോവുക. അപ്പോൾ ആ ഓഫീസ് തലശ്ശേരിയിലുള്ള ഓഫീസ്, അതിന് ചാർജ് കൊടുക്കാൻ പറ്റിയ ഒരാളായിട്ടാണ് എന്നെ കാണുന്നത് ഈ 4 കൊല്ലമായപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് പറയുന്നത് ഞാനങ്ങ് തളിപ്പറമ്പിലേക്ക് പോയേക്കാം, അവിടുന്ന് പയ്യന്നൂരേക്ക് പോയേക്കാം, അവിടുന്ന് കരിവള്ളൂരേക്ക് പോയേക്കാം, അങ്ങനെ പുറകോട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്താ കുഴിയാനാണോന്നാണ് ചോദിച്ചു. നീ എന്താ അങ്ങോട്ട് പോകുന്നു, നീ ഒരു ഈ തലശ്ശേരി ഓഫീസിന്റെ ചാർജ് എടുക്കുക, അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കത് പറ്റില്ല, എറണാകുളത്ത് അവിടത്തേക്ക് വരിക, ഇതാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ഇതുകൊണ്ട് മാത്രമാണ്, കാരണം അച്ഛന് വയസ്സായി. അച്ഛനാണെങ്കിലോ ഊന്നുവടി പോലെ അച്ഛന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അച്ഛനിങ്ങനെ അച്ഛന് സ്വാഭാവികമായിട്ടും നിലനിർത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പിന്നെ അച്ഛനൊരു സഹായി വേണം എന്നുള്ളത് തന്നെ വല്ലാണ്ട് മാനസികമായി വല്ലാണ്ട് രൂഢമൂലമായൊരു ചിന്തയായിട്ടത് മാറി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഞാനിവിടെ വന്ന് 2 കൊല്ലമല്ലേ അച്ഛനുണ്ടായിട്ടുള്ളൂ. അതെ, അത്രയുണ്ടായി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വിജയേട്ടൻ്റെ പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് വിജയേട്ടൻ ഇവിടെ പയ്യന്നൂരിൽ പരിമിതപ്പെട്ടതെങ്കിൽ അത് പയ്യന്നൂരിന് വലിയ ഗുണകരമായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വിജയേട്ടൻ്റെ കുടുംബ സഹോദരങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന, അസൂയപ്പെടുത്തുന്ന ഒരു ബന്ധമാണ്. അതിലും വിജയേട്ടൻ വിജയിച്ചിട്ടുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ വിജയമായിട്ടല്ല കാണാം, സഹോദരന്മാരുടെ ഒക്കെ. എന്റെ അനിയനാണ് കരിവള്ളൂർ മുരളി. അതിനെപ്പോലെ തുറന്ന മനസ്സുള്ള ഒരാളുണ്ടോ? എന്റെ അനുജനാണ് ജയദേവൻ, എന്റെ അനുജനാണ് ബാലേന്ദ്രൻ. അതുപോലെ 2 സഹോദരിമാരിൽ ഒരാളാണ് മാലതി, ഒരാളാണ് ബാസുര. ഇത് സാധാരണ മനുഷ്യരിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കുട്ടികളെല്ലാവരും. അത് ദേവിയുടെയും ദേവയാനിയുടെയും ഗുണം തന്നെയാണ്. അത് ഇപ്പോൾ എത്ര വീട്ടിൽ ഞങ്ങളുടെ വീട് ഇങ്ങനെ നാട്ടുകാർ കെട്ടിത്തന്നതാണ് ആദ്യം അല്ലേ. അത് കഴിഞ്ഞ് അതിലത്തെ ഈ ഇളത്ത തെങ്ങും മറ്റും ഇങ്ങനെ ചെതല് തിന്ന് അവസാനം ഓടുകളും മറ്റും അതിൽ നിൽക്കുന്നത് ശരിക്കും വാരിയും റാഫ്റ്റേഴ്സ് റണ്ണേഴ്സിൻ്റെയും മുകളിലല്ല, പണ്ടുണ്ടായിരുന്ന റാഫ്റ്റേഴ്സിൻ്റെ റണ്ണേഴ്സിൻ്റെ ഒക്കെ ഈ വാരിയുടെയും അതിൻ്റെ എല്ലാം ഒരു ഉറപ്പിൽ നിൽക്കുന്നതാണ്. മറ്റല്ലാണ്ട് ഇങ്ങനെ മുട്ടി ഉടനെ എല്ലാം നിലത്ത് വീണു. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനാണ് അത് പുതുക്കി പണിയുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചു ഇതിലത്തെ അവകാശമെല്ലാം ഞാൻ എഴുതി വാങ്ങിയിട്ട് മറ്റാണ് ഇത് പുതുക്കി പണിയുന്നത്. അങ്ങനെ ഒരു സംഭവത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഒരു വീട് പോയി അവിടെ പുതുക്കി പണി, അത് എല്ലാവരുടെയും വീടാണ്. അപ്പോൾ ആരോ ഇതൊരു സംശയം, ഇത് പുതിയ കാലത്ത് സംശയാലുക്കൾ ചോദിക്കുന്നത് ഇതിപ്പോ വക്കീലിന്റെ പേരിൽ തന്നെയാണോ ചോദിച്ചു. ഞാൻ എൻ്റെ പേരിലാണ്, എല്ലാവരുടെയും പേരിലാണ്, എന്തെന്ന് ചോദിച്ചു. അതല്ല, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് ഞാനൊരു വക്കീലായതുകൊണ്ട് മനസ്സിലായി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ കരിവള്ളൂരിലേക്ക് നിന്ന് കല്യാണം കഴിച്ചും അല്ലാതെയൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ വീട്ടിൽ നിന്ന്. അവർക്കെല്ലാം എവിടെ നിന്നാലും തോന്നണം അവരുടെ ഒരു ആരൂഢം ഈ പയ്യന്നൂരിലുണ്ട് എന്ന് തോന്നണം. അവരിവിടത്തേക്ക് വരും. അത് ഒരാളുടെയും പേരിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ അത് എത്രയാളുടെ പേരിലാണ്, അമ്മയുടെ പേരിലാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകുന്നത്. അപ്പം അത് നമ്മൾ അതിൻ്റെ സാങ്കേതികതകളും നിയമകാര്യമൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. എല്ലാ സമയത്തും നമ്മൾ ആലോചിച്ച ഒരു കാര്യമാണ് ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ.
അതുണ്ടാക്കുന്ന അവരുടെ ഒരു മാനസിക സ്വസ്ഥത, സ്വാസ്ഥ്യം, അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഒരു പൂട്ടും താക്കോലും ഇല്ലാത്ത അളമാരയും മേശകളും, അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പൊ അവിടെ വീടുകളിലൊക്കെ പിന്നെ പല ചെറിയ ചെറിയ ഹട്ട് പോലുള്ള ചില അവിടെ നിർമ്മാണങ്ങളുണ്ട്. അതെന്താ സംഭവം എന്ന് ഇപ്പൊ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഒരു അടുക്കള അങ്ങനെയാണ് അവിടെ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ആദ്യം. അതായത് ഒരു വീട്, ആ വീട്ടിൽ ഓരോരാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു ചെറിയ ഒരു കിടപ്പ് മുറിയും ഒരു കക്കൂസും എന്താ ടോയ്ലറ്റ് ഉണ്ടാക്കും. അത് രണ്ട്, അതിന് പേരുണ്ട്. പഞ്ചാബ് നമ്മളെ പിന്നെ ബാലേന്ദ്രൻ താമസിക്കുന്നത്, അതിന് തൊട്ടപ്പുറത്ത് കാശ്മീർ, അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എൻ്റെ ഓഫീസ് മാത്രമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, വീടുണ്ട്. അപ്പം എല്ലാവരും കിടന്നുറങ്ങാൻ മാത്രമേ അവിടെ പോകുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നേരെ എണീറ്റ് രാവിലെ പെണ്ണുങ്ങളെല്ലാം അടുക്കളയിലും ആണുങ്ങളെല്ലാം പൂമുഖത്തും വരും. പൂമുഖത്തിരുന്ന് രാവിലത്തെ പത്രം വായിച്ച് ഉഗാണ്ടയിലെ എണ്ണപ്രശ്നം തീർത്തിട്ടേ ഞങ്ങൾ എണീക്കൂ, അതുവരെ അടി. അപ്പൊ ഉഗാണ്ടയിലെ എണ്ണപ്രശ്നം, അതിന് ഞങ്ങളുടെ പൂമുഖത്താണ് പ്രശ്നം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഒരു 8-9 മണിക്ക് എണീറ്റിട്ട് ഓടിപ്പോയിട്ടാണ് എല്ലാവരും കുളി ഒക്കെ നടത്തിയിട്ട് ആ ഓഫീസിലും അഴിയൊക്കെ പോകുന്നത്. ഒരു പിന്നെ കുടുംബത്തിന്റെ ഒരു സീനിയർ, ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന രീതിയിൽ, ഒരു കുടുംബത്തിന്റെ ഒരാളെന്ന രീതിയിലും, അതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ, രണ്ടിലും വിജയേട്ടൻ സംതൃപ്തനല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരു കുടുംബം, ഒരു 10 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏറ്റവും മൂത്താളും നാഥനുമാവുക, അവിടെ വരുന്ന നിരന്തരമായ 100,000 പ്രശ്നങ്ങൾക്ക് വല്ലാതെ ആകുലപ്പെടുന്ന കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കുക, അവർക്ക് അതിന് പരിഹാരം നേടിക്കൊടുക്കുക, ഇതെല്ലാം കഴിഞ്ഞാൽ, ഇതെല്ലാം സാധിക്കുമെങ്കിൽ ഒരാൾക്ക് സന്തോഷത്തിന് വേറെ എന്തെങ്കിലും വേണം. ഇത് ഒരു കാര്യത്തിൽ ഇടപെടില്ല, എൻ്റെ കാശ് ഞാൻ കീശിൽ വെക്കുന്ന ഒരാൾ വിചാരിച്ചെന്നായിരിക്കാം, അയാൾക്ക് ഒരിക്കലും അയാളുടെ മനസ്സ് നേരെയാവില്ല. അയാൾ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും 1 രൂപയുടെ ലാഭം മറ്റുണ്ടായേക്കും, അതിനെ കൊണ്ട് എന്താ കാര്യം? അതേസമയം എൻ്റെ ഇരിക്കുന്ന 1 രൂപ എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത് അയാൾ അതിനെ കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന സന്തോഷം വേറെയല്ലേ. വിജയേട്ടനെ കുറിച്ച് വേറൊരു പിന്നെ കാര്യങ്ങൾ, എനിക്ക് വിജയേട്ടൻ അടുത്തറിയുന്ന ഒരാളാണ്, നമ്മൾ പരസ്പരം നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ചെറിയ പ്രായം മുതൽ എനിക്ക് വിജയേട്ടൻ അറിയാം. നമ്മളെല്ലാം വളരെ ആരാധനയോടുകൂടി കണ്ട ഒരാളാണ് വിജയേട്ടൻ. അത് അന്നും അതെ ഇന്നും അതെ നാളെ അങ്ങനെ ആയിരിക്കും. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. വെറുതെ ഒന്നും അങ്ങനെ കാണുന്ന ആളൊന്നുമല്ല ഞാൻ. പിന്നെ വിജയേട്ടൻ പിന്നെ നമ്മുടെ കാര്യങ്ങൾ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിജയേട്ടനെടുക്ക വരുന്ന എല്ലാ പിന്നെ കേസും അത് കേസായി മാറ്റാതെ മധ്യസ്ഥം വഹിച്ച് വിജയേട്ടൻ തീർക്കാറുന്നതിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ 90% കേസുകൾ അങ്ങനെ തീരും. ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന, ഇവിടെ കൺസൾട്ടേഷനാണ് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, 2 സഹോദരന്മാർക്ക് കൂട്ടവകാശപ്പെട്ടൊരു സ്വത്ത് വായിക്കണം, ഇതെന്താ തർക്കം? വായിക്കണോ വേണ്ടതെന്നല്ലേ തർക്കമുള്ളൂ. പിന്നെ പടിഞ്ഞാറ് ഭാഗം വേണോ കിഴക്ക് ഭാഗം വേണോ എന്നല്ലേ തർക്കമുള്ളൂ. അതിനെന്തിനാ കോടതി പോകുന്നത്? കോടതി പോലും മാത്രമല്ല, പ്രിലിമിനറി ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ ഡിഗ്രിക്ക് 2 സ്ഥലത്ത് കമ്മീഷണർ പോയി ഈ സ്ഥലം അളന്ന് തിരിച്ച് അത് ഡോക്യുമെൻ്റ് ചെയ്ത് കോടതിയിൽ നിന്നൊരു ഉത്തരവ്, ഫൈനൽ ഡിഗ്രി വരെ. ഇതെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 ജനറേഷൻ, 2 തലമുറകൾ അതിൻ്റെ അനുഭവം കിട്ടാതെ മരിക്കും, എന്നാലേ അത് കിട്ടും. അതേസമയം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമാണത്. മറ്റൊന്ന് കുടുംബ പ്രശ്നം. എന്താണ് കുടുംബ പ്രശ്നങ്ങൾ? മിക്കവാറും വേറെ ടേസ്റ്റാണ്. അവിടെ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ വർത്തമാനങ്ങൾ പിന്നെ വർദ്ധിച്ചിട്ട് വലുതായിട്ട് പോകുന്നതാണ്. അത് നമുക്ക് ഇവിടെ തീർത്ത് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നത്. ഇറ്റലിയിലുള്ള 2 ഡോക്ടേഴ്സ്, ഭാര്യയും ഭർത്താവുമാണ്, ഇവിടെ വന്നത് പിരിയാനാണ്. ഞാനവർ പിരിയാൻ വന്നു. ഞാൻ സാധാരണ പോലെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആ ഒരു ചോദ്യം അതോടുകൂടി എന്തായെന്നറിയാം. ഒരു ചോദ്യമല്ല, ഒരു മണിക്കൂർ നേരം. ആ 1 മണിക്കൂർ കൊണ്ട് അവർ തമ്മിൽ വീണ്ടും യോജിച്ചു. ഇപ്പോഴും 4 കൊല്ലമായി. ഈ 4 കൊല്ലം ഇറ്റലിയിൽ നിന്ന് അവരിവിടെ വരുന്നുണ്ട്. എനിക്ക് അതും ഇതുപോലെ സമ്മാനമെല്ലാം കൊണ്ടുവരും. ഇങ്ങനെ ഓരോരാൾ സമ്മാനം കൊണ്ടുവരുന്നല്ലോ എല്ലാ സമ്മാനങ്ങളും എന്തെങ്കിലും ഒരു പെണ്ണ്. ഇന്നലെ ഇവിടുത്തെ അഭിഭാഷകനായ ഒരു സുഹൃത്ത് തന്ന പെന്നായി. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇതിനെല്ലാം പ്രതിഫലം ഉണ്ട് എന്ന അർത്ഥം. നമ്മൾ ചോദിക്കുന്നില്ല, ചോദിച്ചിട്ട് മേടിക്കുന്നതല്ല എന്നുള്ളത് മാത്രം. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുശേഷം ഒരു കുട്ടി ഉണ്ടായി. അവരാ കുട്ടീനെയും കുട്ടിയെ വരിക. ആ കുട്ടിയെയും കൊണ്ട് ആദ്യം വരുന്ന അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ചാച്ചൻ്റെ അടുത്തേക്കല്ല, ഈ അച്ചാച്ചൻ്റെ അടുത്തേക്കാണ്. അത് ഉണ്ടാക്കുന്നൊരു സന്തോഷത്തെ ചെറുതല്ലല്ലോ. പക്ഷേ വിജയേട്ടാ, വിജയേട്ടന് നമ്മളെല്ലാവരും അറിയാം, വിജയേട്ടൻ്റെ അടുക്ക ഒരു വിഷയം എത്തിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മുടെ പൊതുസമൂഹം
പല രീതിയിൽ സംസാരിക്കുന്ന കാര്യമാണ്. അതിൽ എന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായ അതുപോലെ തന്നെ പിന്നെ നമ്മളെ കുടുംബപരമായ ഒരു വിഷയം അഡ്വക്കേറ്റ് കെ വിജയകുമാറിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും വിജയേട്ടൻ്റെ ഒരു അഡ്വൈസൊക്കെ പല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിജയേട്ടൻ അത് എന്താക്കണം, ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് വിജയേട്ടനോടാണ്. അതെന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ മറുപടി വിജയേട്ടൻ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. മറിച്ചും വിജയേട്ടൻ്റെ ഒരു തിരക്കില്ല സമയത്ത് പോലും നമ്മളെ ഒന്നും വേണമെങ്കിൽ വിജയേട്ടന് നമ്മളെയൊക്കെ കാണാതെ ഇരിക്കാം. വിജയേട്ടൻ്റെ അടുക്ക ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാത്തു കെട്ടി കിടക്കുന്ന സമയത്ത് നമ്മളെ തല കണ്ടാൽ എന്തേന്ന് വിളിച്ചു ചോദിക്കുകയും വാന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി അത് എനക്ക് മാത്രമാണ് എന്ന അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്, പലർക്കും അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയേട്ടൻ്റെ പിന്നെ 50-ാം വർഷം എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ സമസ്ത മേഖലയുടെ പിന്നെ പയ്യന്നൂരിൻ്റെ വളർച്ചയുടെ അതുപോലെ തന്നെ പയ്യന്നൂരുടെ സാമൂഹ്യ രാഷ്ട്രീയ അതുപോലെ തന്നെ നിയമ മേഖലകളുടെ മൊത്തം സർവതല സ്പർശിയായിട്ടുള്ള സാർത്ഥകമായ 50 വർഷമാണ് എന്ന് പച്ചവെളിച്ചം അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ യുവ അഭിഭാഷകന്മാരെ കുറിച്ച് വിജയേട്ടൻ അങ്ങനെ പിന്നെ ആരെയും വിജയേട്ടൻ കടന്നു വന്ന ഒരു വഴികളെ കുറിച്ച് പറഞ്ഞു. അവിടെ കടന്നത് ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറ അത്രത്തോളം പിന്നെ ക്ഷമാശീലമുള്ളവരാണോ, അവരത്രത്തോളം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ അനുഭവിച്ചതുപോലെ കഷ്ടപ്പെട്ട് വിജയേട്ടന് ഒരു താലത്ത് കിട്ടിയതല്ലല്ലോ ഇന്നത്തെ ഒരു സ്ഥാനവും ഒന്നും പറയുന്നത്, അതൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്തതല്ലേ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെയും ഈ പുതിയ തലമുറയെയും പിന്നെ വിലയിരുത്താൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ യുവ അഭിഭാഷകന്മാരെ കുറിച്ച് എന്താണ് വിജയേട്ടൻ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? അത് യുവ അഭിഭാഷകരായി ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും പഴയ തലമുറയേക്കാൾ കഴിവുള്ളവരാണ്. മാത്രവുമല്ല അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാടാണ്. ഒന്നേ ഉള്ളൂ, പുതിയ തലമുറക്കുണ്ടാകുന്ന ഒരു പ്രശ്നം അവരുടെ ക്ഷമാശീലത്തിൽ കുറവുണ്ടെന്നുള്ളതാണ്. കാരണം അവർ വിവരസാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നവരാണ്. വിവരം വേറെ, അറിവ് വേറെ. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ അറിയുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ്, ഇതിൽ ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ 75-ൽ 2 മിനിറ്റ് കൊണ്ട് അവർ സാധനം കൊണ്ടുത്തരും. പക്ഷെ ജസ്റ്റിസ് മുസ്താഖ് ആ ഡിസിഷനിലേക്ക് എത്തിയത് അതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 1930 പ്രിവി കൗൺസിൽ മുതൽ ഇതുവരെയുള്ള നിരവധി ഡിസിഷൻസിലൂടെ കവർ ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടായിരിക്കും ആ ഡിസിഷനിലേക്ക് എത്തിയത്. അതറിയുന്നത് നോളജുള്ള ഒരാൾക്ക് മാത്രമാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ദാമോദരൻ വക്കീലല്ലേ എൻ്റെ സീനിയർ എന്നോട് പറയാണ്, എടാ 1968 മറ്റെന്തോ ഒരു ഡിസിഷൻ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ 68 എടുത്ത് അതെങ്ങനെയെങ്കിലും ആ ഡിസിഷൻ കണ്ടെത്തും. പക്ഷെ അത് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും 1927 പിന്നെ പ്രിവി കൗൺസിൽ, പിന്നെ അങ്ങോട്ട് 40 മദ്രാസ്, അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ എല്ലാ ഡിസിഷൻസും അന്നേരം വായിക്കും. കാരണം ഇദ്ദേഹം അടുത്ത ചോദ്യം അതായിരിക്കും. അപ്പോൾ അത് നമ്മളെല്ലാം വായിച്ച് ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടാണ് പിന്നെ സീനിയർ മുമ്പ് പോകുന്നത്. അപ്പോൾ സീനിയർ ചോദിക്കും ഇതിൽ പ്രയർ ഡിസിഷൻസ് ഉണ്ടോ, അപ്പോൾ നമ്മൾ പടപടപടാന്ന് പറയും. കാരണം ആ നോളജ് നമ്മൾ ആർജിച്ചു കഴിഞ്ഞു. പക്ഷെ പുതിയൊരു തലമുറയിൽ ഒരാളോട് ഒരു പേപ്പർ എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ ആ പേപ്പറിൻ്റെ അത്രയും മാത്രമേ വായിക്കൂ, അതിൻ്റെ അപ്പുറം വായിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാറും. കാരണം ഈ കാലഘട്ടം അതിൻ്റെ ഒരു ആവശ്യം വരും. കാരണം നമ്മളിപ്പോൾ കോടതിയിലെത്തി കഴിയുമ്പോൾ കോടതിയിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചകഞ്ഞറിയേണ്ടി വരും. ആ ചകഞ്ഞറിയൽ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെ സംബന്ധിച്ച് അറിവുണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കണമെന്ന് നിർബന്ധിതമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ പെരുമാറ്റങ്ങളിലും സ്വഭാവത്തിലും മാറ്റം വരും. അവർക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനും കഴിയും. പുതിയ ജനറേഷൻ അതിബുദ്ധിമാന്മാരാണ്, നല്ല കഴിവുള്ളവരാണ്. ഒന്നേ ഉള്ളൂ, ക്ഷമ കുറവാണ്. പെട്ടെന്ന് ചാടിക്കയറി എന്തെങ്കിലും, അതായത് സിനിമയിലത്തെ ഡയലോഗ് കേൾക്കുന്നത് പോലും അവർ ഒരു 4.5 കട്ടക്കാണ്. അതായത് സാധാരണ സ്പീഡിൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല, കുറച്ച് സ്പീഡ് കൂട്ടി വെക്കും, എന്നിട്ട് അങ്ങനെ കേൾക്കുക. കാരണം അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അന്ന് ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അന്ന് കഷ്ടപ്പെടണം, ഇല്ലാണ്ട് അന്ന് നമ്മുടെ മൊത്തം വരുമാനം ഇത്രയേ ഉള്ളൂ, ഇത്ര സ്വത്തുക്കളുള്ളൂ, ജീവിത സാഹചര്യം ഇത്ര മോശമാണ്, ഭക്ഷണമില്ല. ഇന്നതല്ല, ഇന്നത്തെ സാഹചര്യം മാറി. നമ്മുടെ പുതിയ ജനറേഷനിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല വരുമാനമുള്ളവരായിട്ട് മാറി, എല്ലാവർക്കും വാഹനമുണ്ട്, അങ്ങനെയൊക്കെ വന്നില്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിത സാഹചര്യത്തിലുള്ള ചേഞ്ചാണ് അവരെ കഷ്ടപ്പാടുകളിൽ നിന്ന് അകത്തുന്നത്.
കഷ്ടപ്പാടുകൾ ഇല്ലാത്തത് മാത്രമല്ല, കാലഘട്ടത്തിനനുസരിച്ച മാറ്റമാണ് അവരിൽ ഈ അക്ഷമയൊക്കെ ഉണ്ടാക്കുന്നത്. അവർ കഴിവുള്ളവർ തന്നെയാണ്, കഴിവുള്ളവരാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതാണ്. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും താങ്കളുടെ ഒരു സൗഹൃദ വലയത്തിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ വിജയേട്ടാ VS ആയിട്ട് എന്ന കേസാവും? VS അല്ല, കേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ശരിക്കും VS കന്നിട്ടയിൽ ഹൗസാണ് എൻ്റെ വീട്. K വിജയകുമാർ, കന്നിട്ടയിൽ ഹൗസ്. കന്നിട്ടപ്പാടത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് VS, കന്നിട്ടപ്പാടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് K ദേവയാനി. ഇവരൊന്നിച്ചാ സ്കൂളിലൊക്കെ പോകുന്നത്. ശരി. അപ്പോൾ അത്രയും അടുപ്പവും, അതായത് മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ബന്ധമുള്ളതാണ്. 2, നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 7 പേരാണ് ഇവിടെ CPM-ന് രൂപഭാവം ബീജാഭാവം കൊടുത്തത്. ആ 7 പേരിൽ ഒരാൾ VS ആണ്, ഒരാൾ AV കുഞ്ഞമ്പു. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായമുള്ള AV കുഞ്ഞമ്പു, ഏറ്റവും പ്രായം കുറഞ്ഞത് VS. പിന്നീടും VS പിന്നെ ആലപ്പുഴ ജില്ലയുടെ അധിപനായിരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രീയമായ എല്ലാ മൂവ്മെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പവും, പ്രത്യേകിച്ച് ദേവേനയുടെ മകൻ, ആ ഒരു അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ അടുത്ത് പെരുമാറുന്ന ഒരാളായിരുന്നു അന്ന് മുതൽ. ഈ വടക്കോട്ട് വരുമ്പോഴെപ്പോഴും അവിടെ VS-ന്റെ ഫോട്ടോ ഉണ്ട് നമ്മളെ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ ബെഡ്റൂമിൽ കയറി അവിടെ ഒരു 15 മിനിറ്റ് ഉറങ്ങിയിട്ട് അങ്ങ് പോകും. അത്ര അത് വല്ലാത്തൊരടുപ്പായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പലരും അത് പറഞ്ഞു, ചോദിച്ചു എന്നോട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം ഒരുപക്ഷെ മരിച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഒരു ശ്രമത്തിൽ ഞാനും വിട്ട് അങ്ങനെ ഒരു കേസുണ്ടായി, ഒരു കൊലക്കേസുണ്ടായി. ആ കേസ് പിന്നീട് വിട്ടുപോവുകയും ചെയ്തു. അത് പ്രതികളാണ്, പക്ഷെ വിട്ടുപോയി കേസ്. അപ്പോൾ അതായത് ഒരു ഇയോച്ച് എന്ന് പറയുന്ന ഒരാളിങ്ങനെ VS-നെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് കത്തിയായിട്ട് വരുന്നു. അദ്ദേഹത്തെ തടയുന്നു ജനാവലി, ജനക്കൂട്ടം. അദ്ദേഹം മരണപ്പെടും, കുത്തേറ്റ് മരണപ്പെടും. അവിടെ വെച്ച് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായി. അല്ല, അതിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. VS-മായി ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ് വിജയേട്ടൻ. അതൊരു കേസ്, അതിലേക്ക് അവസാനം 72 ഒരു കേസ് ഡെവലപ്പ് ചെയ്ത ഒരു കേസായി വന്നു. അതാണ് സംഭവം. അതെ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമാണ്, നമ്മളെ വൈസ് ചെയർമാൻ ഒരു മിനിറ്റ് ഞാൻ വിജയേട്ടനാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് നിർത്താം, അധികം വേണ്ട. ഏതായാലും കുറച്ചും കൂടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയേട്ടൻ്റെ ഈ 50 വർഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എടുത്തുപോയ ഈ പിന്നെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഇവിടെ നിന്ന് പോയി, അതിൽ എന്തെങ്കിലും ഒരു ഗ്രിഡ്ജ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഇല്ല. കാരണം അത് അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ എറണാകുളത്താണെങ്കിൽ നമ്മൾ ഒരു വലിയ ആളാവുന്നു, ഇവിടെ ആകുമ്പോൾ ഞാൻ ഒരു ചെറിയ ആളാവുന്നു. അത് തെറ്റാണ്. അങ്ങനെ ഒരു ധാരണയെ പാടില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ജോലി, എന്ത് കർമ്മമാണ് നമുക്ക് ചെയ്യേണ്ടത്, ആ കർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ തൃപ്തനാണ്, സർവാത്മന തൃപ്തനാണ്. പയ്യന്നൂരിലെ ഒരു ചെറിയ പയ്യന്നൂർ പറയുന്ന ഒരു നാട്ടിലെ സിംഹമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്ത് പോയിട്ടുള്ള ഒരു ചെറിയ മൃഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാറ്, നമ്മളവരങ്ങനെ പറയാറില്ല. അതല്ല അതിന്റെ ഒരു മാനസിക തലാണല്ലേ? അല്ല, ഇവിടെ ഇപ്പൊ പയ്യന്നൂരിൽ എൻ്റെ ബന്ധുക്കളാ, എൻ്റെ സുഹൃത്തുക്കള് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അടുപ്പാണ്. ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ഇപ്പോഴും എൻ്റെ ഈ 50-ാം വർഷം ആചരിക്കണം എന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ ഞാൻ അതിനെതിരായിരുന്നു. പക്ഷേ ആ നിർബന്ധത്തിന് ഞാൻ വഴങ്ങും. കാരണം എന്താ പറയാ, ഈ നിർബന്ധിക്കുന്നത് ആരാ? എനിക്ക് വേണ്ടി ചാവാൻ തയ്യാറുള്ള ഇവിടുത്തെ അഭിഭാഷകരാണ്. തീർച്ചയായിട്ടും. അവരിൽ നിങ്ങൾ ഈ 50 കൊല്ലമായിട്ട് ഈ അഭിഭാഷക വൃത്തി നടത്തി ഒരു ശത്രു പോലും എനിക്ക് ഇവിടെയില്ല. അങ്ങനെ ആരും ഒരു ശത്രു ഇല്ലാണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചാടി വീഴും. ഇനി എൻ്റെ ജീവനോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും കരളാണ് ആവശ്യം, അത് കൊടുക്കും. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരെന്നെ സ്നേഹിക്കും. ഞാനിപ്പം എൻ്റെ തലയിൽ കോരിച്ചൊരിയുന്ന ഈ സ്നേഹവും ഇതിനൊക്കെ ഞാൻ അർഹനാണെന്ന് പോലും പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. അത്രയധികമാണ് ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ. നാളത്തെ പരിപാടി ഇപ്പം എന്ന് പറഞ്ഞാൽ സിക്കിമിലെ ചീഫ് ജസ്റ്റിസ് ആണല്ലോ വരുന്നത്.
നാളെ പിന്നെ നമ്മുടെ ശ്രീവത്സ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ രാവിലെ 11 മണിക്കാണ് പരിപാടി. ആ പരിപാടി അത് ബാർ അസോസിയേഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും നേരിട്ട് ക്ഷണിക്കുന്നത് ശരിയല്ല. അതെ അതെ, അത് എൻ്റെ സുഹൃത്തുക്കളായ പലരും ഞാനെന്താ ക്ഷണിക്കാത്തതെന്നുള്ള ഒരു ദേഷ്യത്തിലാണ്. അത് അവരും കൂടെ അറിയാൻ വേണ്ടി പറയാ, ഇത് ഞാൻ ക്ഷണിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ ക്ഷണിക്കാത്തത്. അതുകൊണ്ട് മാത്രം ബാർ അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയോട് നിസ്സഹകരിച്ച് കളയരുത്, എന്തായാലും അതിൽ പങ്കെടുക്കണം. അത്രയാണ്. അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ട്. ചീഫ് ജസ്റ്റിസ് ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിന് നമുക്ക് ആ രീതി തന്നെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നാട് എന്നുള്ള രീതിയിൽ പിന്നെ പയ്യന്നൂരിലെ പൗരാബലി വിജയാട്ടൻ്റെ 50-ാം വാർഷികം ഞാൻ പല ആളുകളോട്, പല രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളോട്, സാധാരണക്കാരായ ആളുകളോട്, ചുമട്ട് തൊഴിലാളികളോട്, ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊക്കെ എനിക്ക് എൻ്റെ സൗഹൃദ വലയത്തിൽപ്പെടുന്ന ആളോടെല്ലാം ചോദിച്ച സമയത്തൊക്കെ അവരിൽ വിജയാട്ടനെ അവർ എത്രത്തോളം പിന്നെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതൊക്കെ വിജയാട്ടൻ്റെ നല്ല ഇടപെടലിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ നിർത്താൻ വേണ്ടി പോയാണ് എന്ന് പറഞ്ഞാൽ, വിജയാട്ടൻ ഈ മധ്യസ്ഥം വഹിച്ച് പല കേസുകളും കേസാവാതെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് തീർക്കുന്നത് ഒരു അഭിഭാഷക മേഖലക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ളവരുടെ കേസ് അതിനെങ്ങനെ? ഇല്ല, അതായത് എൻ്റെ അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന കേസുകൾ കുറഞ്ഞു പോകുക എന്നുള്ളതാണല്ലോ. അതെ അതെ അതെ, അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം 4% ആളെ ഈ കോടതിയെ സമീപിക്കുന്നുള്ളൂ. അത് 8%, 10% സമീപിക്കാത്തത് തന്നെ എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ ഡിലേ കൊണ്ടാണ്. കാരണം ഇവിടെ നീതിക്ക് വേണ്ടി കൈനീട്ടിയിട്ട് വന്നാൽ ഒരു ജന്മം കൊണ്ട് ഇത് തീർത്തു തരുന്നില്ലല്ലോ. കാരണം അത് കഴിയില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജഡ്ജി എന്ന് പറയുന്നത് എത്ര പേരുടെ പ്രതിനിധിയാണ്, എത്രയോ പേരുടെ. അതുകൊണ്ട് കോടതിയുടെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പലർക്കും കോടതിയെ സമീപിക്കാൻ കഴിയാത്തത്. അവർക്ക് പ്രശ്നങ്ങളില്ലായിട്ടല്ല. അപ്പോൾ പ്രശ്നങ്ങൾ അവർ സ്വയം കടിച്ചു പിടിച്ച് അടക്കി ഇങ്ങനെ പോകുന്നതിൻ്റെ കാര്യം ഇത് പരിഹരിക്കാനായി കോടതിയെ സമീപിക്കാൻ കഴിയും. അതേസമയം വ്യക്തികളെ, ഉദാഹരണത്തിന് പാർട്ടി എത്രയോ കേസുകൾ മധ്യസ്ഥാക്കി തീർക്കുന്നുണ്ട്. അതേപോലെ അത് വലിയ കർമ്മമാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ സമീപിക്കുന്നത് നമ്മൾ പകുതിയോളം കേസുകൾ തീർത്താൽ ബാക്കി പകുതി നമുക്ക് കിട്ടാണ്ടായി പോകുന്നുള്ള ധാരണയിലുണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ പഴയ ഒരു കൺസെപ്റ്റാണത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കേസിൽ മധ്യസ്ഥം പറഞ്ഞിട്ടില്ലേ? ഒരുപാട് കേസ് അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ കേസുകൾ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മധ്യസ്ഥം പറഞ്ഞ് തീരാത്ത കുറെ കേസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഈ മധ്യസ്ഥം വന്നിട്ട് കേസ്? അത് വന്ന കാലം മുതൽ പ്രശ്നങ്ങൾ അടുത്ത് വരികയും ആ പ്രശ്നങ്ങളെല്ലാം ആവുന്നത്ര പരിഹരിക്കാൻ ശ്രമിക്കും. അങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമങ്ങൾ കുറെ വിജയിക്കും, കുറെ പരാജയപ്പെട്ടത് മാത്രമാണ് ഈ കേസാവുന്നത്. വിജയാടന്റെ അധികം കേസും പിന്നെ വിജയിക്കാറുണ്ട്. വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ നടക്കാറുണ്ട് എന്നുള്ളതാണ്. അത് വിജയിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നിടത്ത് രണ്ടു കക്ഷികളും ബോധ്യമായിട്ട് അവർക്ക് അതാണ് കോടതിയിലെത്താതെ ഒപ്പിക്കും. കോടതിയിലെത്തുന്നത് അതിൽ ചെറിയൊരു ശതമാനമാണ്. പക്ഷെ അതും വിജയാട് മൈൻഡ് ചെയ്യില്ല. വിജയാട് കേസ് പരിഹരിക്കപ്പെട്ട് ആളുകൾ പോകണം, അല്ലാതെ അത് കേസായിട്ട് മാറണം എന്നുള്ള രീതിയിൽ വിജയാടെ കണ്ടിട്ടില്ല. അതെ, നമുക്ക് വ്യക്തിപരമായിട്ട് എനക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ. അതെ, ഒരിക്കലും അങ്ങനെ കാണില്ല. കാണുന്നതാണ് തെറ്റ്. അതെ, ശരി. ഞാനൊരു കാര്യം ചോദിക്കും. നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു, ഭാര്യ മക്കളെ കുറിച്ച് പറയണല്ലോ. വിജയാടന്റെ ഭാര്യ എന്ന് പറയുന്നത് PMG ആയിരുന്ന, പിന്നെ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ അവർ ഒന്നിച്ച് അവളെ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യമാണ്. MA ലിറ്ററേച്ചർ ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ അവിടെ വളരെ ഉയർന്ന നിലവാരത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ തെനകുന്നത്ത് ഖാന കുടുംബത്തിലാണ് അവിടെ. അപ്പോൾ T ഗോവിന്ദേട്ടനും CP നാരായണേട്ടനുമാണ് പറയുന്നത്, നല്ലൊരു കുട്ടിയുണ്ട് ഇവിടെ. നമ്മുടെ 100 വളണ്ടിയർമാർ അവിടെ ട്രെയിനിങ് എടുത്ത് താമസിച്ചിരുന്നൊരു വീട്, അത് വറാന്തയിൽ മാത്രം താമസിക്കാൻ പറ്റും, അത്ര വലിയ ഏർപ്പാടാണ്. ആ കുട്ടിയെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അവിടെ അമ്മയോടെ പറയുന്നത്, അമ്മ പറഞ്ഞു അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം CP നാരായണേട്ടൻ പറഞ്ഞു, AV ഉണ്ടായിരുന്നെങ്കിൽ നാരായണ പോയി നോക്കിയിട്ട് വാ, പറഞ്ഞിട്ട് വാ എന്ന് പറയുമായിരുന്നു. അപ്പം അമ്മ കിഞ്ചി കയറി. അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ AV ഇല്ലെങ്കിലും ദേവയാനി പറയുന്നു, നാരായണൻ പോയി നോക്കിയിട്ട് വന്നു. അങ്ങനെയാണ് ഇത് ശരിക്ക്. പിന്നെ ഞാൻ എന്നിട്ട് പെണ്ണ് കാണേണ്ടത് ആദ്യമാണല്ലോ, ഞാനീ പെണ്ണ് കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇവരെല്ലാം സംശയമായി. ഞാൻ പറഞ്ഞു, വേറൊന്നുമല്ല, എന്നെ ഈ നിലയിൽ എന്നെ കണ്ടാൽ
ഒരു കല്യാണം കഴിക്കാം എന്ന് തോന്നൂല. അന്നേരത്തെ ഒരു അവസ്ഥ അതാണ്. ഒന്നാമത് നല്ല തട്ടി, മസിലെല്ലാം, ഒരു മീശ. ഈ ഒരു കണ്ടീഷനിൽ എന്നെ ഒരു പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ച് കളയാം എന്ന് ധരിക്കൂല. അതുകൊണ്ട് ഒഴിവാക്കാന്ന് പറഞ്ഞു. അവസാനം ഞാൻ നിശ്ചയം കഴിഞ്ഞ ശേഷം പെണ്ണ് കാണുന്നു. അങ്ങനെ നിശ്ചയം കഴിഞ്ഞ ശേഷം പെണ്ണ് കണ്ടു, കല്യാണം കഴിച്ചു, കുട്ടിയായി, 2 കുട്ടികളായി. ഒരു കുട്ടി, ഒരു മോളെ കല്യാണം കഴിച്ചിട്ട് അവള് അമേരിക്കയിലായി പോകും, ചിക്കാഗോയിൽ. മോൻ ആർക്കിടെക്റ്റായിട്ട് ട്രിവാൻഡ്രത്താണ്. നിങ്ങളുടെ മേഖലയിൽ ഇല്ല. എന്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ഈ വിദ്വാൻ എന്റെ മകൻ വിചാരിച്ചു എന്നാ പിന്നെ കുറച്ച് അതുള്ള പണിക്ക് പോയി കളയാം. അങ്ങനെയാണ് ആർക്കിടെക്ട്. ഓനിപ്പം രാത്രി 3 മണിക്ക് അമ്മയെ വിളിച്ചിട്ട് പറയും രാവിലെ 6 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണേ. ഓൻ പഠിക്കണം, അവന് ഇതിൽ വന്നാൽ മതിയായിരുന്നു. ഓഫീസൊക്കെ കൈകാര്യം ചെയ്യായിരുന്നു അല്ലേ? അതൊന്നും. പിന്നെ വിജയേട്ടൻ ഒരു കാര്യമുണ്ട്, വിജയേട്ടനും അത്യാവശ്യം നല്ല അടി തടവല്ലും അറിയുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിൽ നല്ല ധീരനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ധീരത എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെതാണ്. നമ്മൾ തല്ലുകൊള്ളുന്നത് ഒരു പ്രശ്നമില്ല. അതിപ്പോ മുരളി എന്താ, മുരളി പയ്യന്നൂർ കോളേജിന്റെ എല്ലാ സ്റ്റെപ്പും താഴോട്ട് അടി കൊണ്ടിട്ട് വന്നിട്ട് മുകളിലോട്ട് കയറും, പിന്നെ അടി കൊണ്ടു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പിന്നെ അതെ പണ്ട് ഭയങ്കര സ്ട്രോങ് ആണല്ലോ, ഭയങ്കര സ്ട്രോങ്, എല്ലാ അടി കൊടുത്ത് അതുപോലെ ബാലേന്ദ്രൻ, അങ്ങനത്തെ ഒരുപാട്. അത് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഒരു ഇതാണത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ധൈര്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു വികാരമാണ്. അത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ വേറൊരു വഴിയില്ല, ധീരനാവലേ വഴിയുള്ളൂ. അതുകൊണ്ട് ധീരന. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ പിന്നെ എ.വിയുടെ പുത്രൻ എന്നുള്ള രീതിയിൽ പിന്നെ വിജയേട്ടൻ ആ തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ദാരിദ്ര്യവും വിഷമവും പട്ടിണിയും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ നിർത്തി. വിജയേട്ടൻ കാണാൻ കുറേ ആൾ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. വന്നു, ആയിക്കോട്ടെ. ഇപ്പം വരും വിജയേട്ടൻ കാണാൻ ഒരുപാട് ആൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത് വെച്ചാൽ, ഈ ഒരുപാട് കഷ്ടപ്പാടിനെ കുറിച്ച് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ ഘട്ടത്തിൽ. അന്നേരം എപ്പോഴെങ്കിലും ഈ പിന്നെ ഈ എ.വി. കുഞ്ഞമ്പു എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ ഈ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആദർശ മൂല്യങ്ങൾ, അതല്ലേ നമ്മളിങ്ങനെ അങ്ങനെ ഈ ഒരു കഷ്ടപ്പാടിലേക്ക് നയിച്ച് എപ്പോഴെങ്കിലും വിജയേട്ടൻ തോന്നിയിട്ടുണ്ടോ? അതൊരിക്കലും തോന്നില്ല. അതിന് കാരണം എന്താ പറഞ്ഞാല് അമ്മയാണല്ലോ ഇതിന്റെ ലിങ്ക്. അമ്മ അച്ഛനെ പറ്റി പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യനായിട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ മഹത്വം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയോ അല്ലെങ്കിൽ പട്ടിണിയുടെയോ കഷ്ടപ്പാടുകളുടെയൊക്കെ മഹത്വമാണ് കാരണം, അല്ല നന്മകളാണ് കാരണം. അങ്ങനെയുള്ള സമയത്ത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിലൊരു കഥാപാത്രം വരികയില്ലല്ലോ. അപ്പോൾ അച്ഛനൊരു പൊതുപ്രവർത്തകനാണ്, അച്ഛനൊരാളുടെ മുമ്പിൽ കൈനീട്ടാത്ത ആളാണ്. പിന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു വരുമാനവും ഇല്ലെങ്കിൽ പോലും പട്ടിണി കിടന്നിട്ടാലും ജീവിക്കേണ്ടതാണ് ഞാനിപ്പോൾ വളരെ തുറന്നു പറയാം. അമ്മ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയ കാലത്ത് ഈ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം എന്നുള്ളതല്ല, ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം. അതായത് ഏതാണ്ട് 160 സദ്യ തന്നെ കിട്ടും. സദ്യ കല്യാണങ്ങൾ, അതുപോലെ 12 വാവുണ്ടാവും അച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ആ 12 ദിവസവും ഉച്ചഭക്ഷണം അതിൽ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഏകദേശം ഈ 365 ദിവസത്തിൽ ഒരു 300 ദിവസത്തെ ഭക്ഷണം അങ്ങനെ ഇങ്ങനെ, അതായത് കല്യാണം, സദ്യ, അതുപോലെ ഈ പിറന്നാൾ, അതുപോലെ വാവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, അതിൽ കിട്ടും. ബാക്കി 60 ദിവസമേ പട്ടിണിയുള്ളൂ. ആ പട്ടിണിയാണ് നമ്മൾ ആകെ അനുഭവിക്കേണ്ടത്. അതിപ്പോൾ വലിയൊരു പ്രശ്നമല്ലല്ലോ. അല്ല, അതാണ് അതിൻ്റെ. പിന്നെ എ.വിയുടെ മക്കൾ എന്നുള്ള രീതിയിൽ, കുടുംബത്തിന്റെ രീതിയിലാണ് ഇതെല്ലാം വിളിക്കുന്നുണ്ടാവും അല്ലേ? അതെ, അല്ലെ ഇതിലെല്ലാം വിളിക്കുന്നത് അതാണ്. എല്ലാവരും വിളിക്കൽ മാത്രമല്ല, എ.വിയുടെ വീട്ടിൽ വന്നിട്ട് ഒരു കല്യാണം ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 ആൾക്ക് ഒട്ടും ക്ഷാമമില്ലല്ലോ. ഞങ്ങൾ 6 ആളുമായി, അമ്മയായി. അപ്പോൾ 7 ഇല എന്തായാലും വീണു. അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ടേ വിളിക്കാൻ പറ്റൂ. അങ്ങനെ ആയതുകൊണ്ട് ഭക്ഷണം ആ രീതി പോയി. ഭക്ഷണം അങ്ങനെ ഒരു 10-60 ദിവസം കഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഭക്ഷണം മിക്കവാറും ഇങ്ങനെയാണ് കിട്ടിയത്. അല്ലാണ്ട് നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെയല്ല. പലപ്പോഴും അങ്ങനെ ഈ ഒരു നേരമാണ് കിട്ടുക. അപ്പോൾ വരുമ്പോൾ ഈ 2 പോക്കറ്റിലും ഓരോ പഴവലുണ്ടാവും അവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാമായിട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസമായി.
ഒരു ദിവസമായി. ഉച്ചക്ക് നല്ല ശരിക്കും ഭക്ഷണം കഴിച്ചാൽ ആ. പിന്നെ രാത്രി ഭക്ഷണം ഇല്ലെങ്കിലും കഴിക്കാമല്ലോ. ആ അതിങ്ങനെ 10, 300, 200, 300 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10-60 ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. അതാണ് നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങളും വീട്ടിലെ മറ്റ് സാഹചര്യങ്ങളും അതുപോലെ പുറത്തും അങ്ങനെ തന്നെയല്ലേ പല ആളുകൾ ഇന്നത്തെ പോലെ സുഭിക്ഷമായ അവസ്ഥയല്ല. അതാണ് ജനറലി അതാണ്. ജനറലി അതാണ്. ഞങ്ങളെ വീട്ടിൽ പട്ടിണിയാണ്, എന്നാൽ പിന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലും കൊടുത്തേക്കാന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെമ്മരുത്തി വല്യമ്മയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ കാർത്തികൻ്റെ വല്ല ആലോചിക്കുന്നുണ്ട്. ആടെ ഭക്ഷണമില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മളൊരു അവസ്ഥ അല്ലേ? വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. കരിവള്ളൂർ ഞാൻ ആലോചിക്കുന്ന കരിവള്ളൂരിൽ കേദേവാനിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുമ്പോൾ കേദേവാനി പൗഡർ ഇത് നാട്ടിൽ മുഴുവൻ സംസാരിക്കും. അവൾ എന്തോ ഒരു പൊടി മൂത്ത് വരട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ അമ്മയാണ് പോകുക. എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല. അതുപോലെ എല്ലാവർക്കും അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടി എല്ലാവരും വൈകുന്നേരം വിളിച്ചിരുത്തി എല്ലാവർക്കും അക്ഷരാഭ്യാസം കൊടുക്കാൻ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിലായി. കാലഘട്ടം നോക്കിക്കൊള്ളണം. അതായത് ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോഴ് ലിറ്ററേറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത് കാലഘട്ടം അങ്ങനെ വരും. അതിൻ്റെ ഒരു സംഗതി അതാണ്. ഇപ്പം ഞാൻ പറയുന്നത് തെക്കേവടക്കാട് ഇതുപോലെ എല്ലാ വീടുകളിലും പട്ടിണി, ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു തെക്കേവടക്കാട്. 60 വീടുകളാണ് അവിടുത്തെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ബ്രാഞ്ച്. ഇന്ന് 60 വീടുകളിലും കാറുണ്ട്. പല വീടുകളിലും ഒരു കാറിന് പകരം 2 കാറുണ്ട്. പല വീടുകളിലും 2 കാറും മോട്ടോർ സൈക്കിളുകളും ഉണ്ട്. ജീവിത സാഹചര്യം അത്രയും മാറിയില്ലേ? ഭയങ്കരമായി മാറിയില്ലേ? അതിനനുസരിച്ചിട്ട് ഇപ്പം പട്ടിണിന്ന് കുട്ടികളോട് പറഞ്ഞ കുട്ടികൾ അത്ഭുതപ്പെടും. 4 കെട്ട് നോവലെടുത്തിട്ട് ഇപ്പോൾ OG പ്രേമരാജൻ വക്കീൽ വായിച്ചു കൊടുക്കും അയാളുടെ മകൻ ഇപ്പോൾ പ്രായം വലിയ പുറത്ത്. പക്ഷെ 4 കെട്ട് വായിച്ചു കഴിഞ്ഞ ഈ അച്ഛ ഒരു സംശയം ചോദിച്ചോട്ടെ, പ്രദീപേട്ടനോട് പറഞ്ഞ ഗ്രോസറി ഷോപ്പിൽ നീ സാധനം കൊണ്ടുവരില്ലേ, പിന്നെ എന്തിന് ഇവർ പട്ടിണി കിടക്കുന്നത്? അപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞാൽ അവരെ ഡ്രൈവർ. മനസ്സിലായി. ഗ്രോസറി ഷോപ്പ് തൊട്ടപ്പുറത്ത് അവിടെ ഇതിനെൻ്റെ പണം വേണ്ടേ മോനെ എന്ന് ചോദിക്കാൻ. അതാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം. വിജയേട്ടൻ ഇനിയിപ്പം 50-ാം വാർഷികം കഴിഞ്ഞു. വിജയേട്ടൻ്റെ പ്രയാണം ഇരുന്നെണീച്ചതുപോലെയാണ് തോന്നുന്നത്. ഇപ്പോഴും സക്രിയമായ രീതിയിൽ ഇപ്പോഴും വിജയേട്ടൻ എപ്പോഴും എത്ര മണിക്കൂർ ഉറങ്ങും? അതാണ് ഭയങ്കര ഉറക്കക്കുറവാണ്. 1.5 മണിക്കാണ് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ 6:30 എണീക്കും. ഒരു പ്രശ്നമില്ല. അതിനിടയ്ക്ക് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബൈപ്പാസ് മറ്റുള്ള ഒരു ബൈപ്പാസ് കഴിഞ്ഞ് 2-3 ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു. ഇപ്പൊ ഈ അടുത്ത ഒരു 3ാമത്തെ ആൻജിയോപ്ലാസ്റ്റി. അല്ല അതൊന്നും ഒന്നുമല്ല. ശരിക്കും അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെതാണ് അല്ലേ? ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ എനിക്ക് 9 ബ്ലോക്കാണ്. ഒരു ബ്ലോക്കുള്ള ആളെല്ലാം കളിക്കുന്ന കളി കണ്ടു അന്തം വിട്ടുപോകും. പിന്നെ ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് മിണ്ടുന്നില്ല എന്ന്. ഏതായാലും വിജയേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. വിജയേട്ടനെ നമ്മൾ കാണുന്ന കാലഘട്ടം മുതൽ നമ്മളോടൊക്കെ നമ്മളിന്ന് ആ രീതിയിലൊന്ന് പരിഗണിക്കേണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലും പരിഗണിക്കാനും വിളിക്കാനും പറയാനും ഒക്കെയുള്ള നമ്മുടെ ഒരു ധൈര്യം തന്നെയാണ് വിജയേട്ടൻ. എന്നെ വ്യക്തിപരമായിട്ട് രാജീവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ പച്ചവെളിച്ചത്തിനൊക്കെ വലിയ ധൈര്യമാണ് വിജയേട്ടൻ. ആ വിജയേട്ടൻ്റെ 50-ാം വർഷം അഭിഭാഷക വൃത്തിയുടെ 50-ാം വർഷം എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ സാർത്ഥകമായ 50-ാം വർഷം എന്നുള്ള രീതിയിൽ കാണാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഈ ധൈര്യവും ഈ കരുത്തും നമുക്കെല്ലാവർക്കും തുടർന്ന് പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ധൈര്യമാണ്. ചിലപ്പോൾ പറയാറുണ്ട് ഞാനൊക്കെ അങ്ങനെയൊന്നും ആളെ ബഹുമാനിക്കാത്ത ഒരാളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും വിജയേട്ടനൊക്കെ ഒരു വിളി വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാൻ വളരെ വിനയാധീനനായിട്ട് ഇവിടെ എത്തുന്ന ഒരാളും കൂടിയാണ്. അത് ചില ആളുടെ മുന്നിൽ മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറൂ. എല്ലാവരോടും അങ്ങനെയൊന്നും അല്ല. അത് അങ്ങനെ ആവണമെങ്കിൽ അപ്പുറമുള്ള ആൾക്ക് അത്രത്തോളം വലിപ്പമുണ്ട്. ആ വലിപ്പമാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാറിനെ ഇന്നത്തെ നിലയിലേക്ക് മനുഷ്യരുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ അതിൽ പ്രതിഷ്ഠിച്ചത് എന്നത് കാണാൻ ആണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനമുള്ള വിജയേട്ടനോട് തിരക്ക് പിടിച്ച അപ്പുറം ആൾക്കാരൊക്കെ ആരൊക്കെയോ ഇരുന്ന വിജയേട്ടൻ കൈകൊണ്ടൊക്കെ ആക്കുന്നുണ്ട്. എന്നാൽ പോലും എളിയ മാധ്യമ പ്രവർത്തകനെ ഒരു സഹോദര സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള വിജയേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിലും നമ്മൾക്കൊക്കെ വലിയ ധൈര്യമാണ്. അത് എന്നും പ്രസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വിജയേട്ടൻ്റെ 50-ാം വർഷം നമ്മുടെയും 50-ാം വർഷമായിട്ട് നമ്മൾ കാണുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വേറൊന്നും പറയാനല്ലേ വിജയേട്ടാ? പച്ചവെളിച്ചത്തിന് വേണ്ടി
രാജീവൻ പച്ച.